പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് മാർച്ച് 18 ബുധൻ. 1 കൊരിന്ത്യർ 10 13 വാക്യം. മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. നോമ്പുകാലം നമ്മുടെ ജീവിതത്തെ ആത്മീയമായി പരിശോധിക്കുകയും ദൈവത്തോട് കൂടുതൽ അടുത്ത് നടക്കുകയും ചെയ്യാൻ വിളിക്കുന്ന ഒരു സമയമാണ്. പലപ്പോഴും നാം ജീവിതത്തിലെ പ്രയാസങ്ങളെയും പരീക്ഷണങ്ങളെയും കുറിച്ച് ചിന്തിക്കുന്നു. ചിലപ്പോൾ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നാം ചോദിക്കും, ഇത്രയും കഷ്ടതകൾ എങ്ങനെ സഹിക്കും? അത്തരമൊരു സാഹചര്യത്തിൽ നമ്മെ ആശ്വസിപ്പിക്കുന്ന ശക്തമായ വചനമാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. ഈ വചനം നമുക്ക് ഉറപ്പു നൽകുന്നു, നമുക്ക് സഹിക്കാവുന്നതിലധികം പരീക്ഷണം ദൈവം അനുവദിക്കുകയില്ല. പരീക്ഷണത്തോടുകൂടെ അതിനെ സഹിക്കേണ്ടതിന് രക്ഷപ്പെടാനുള്ള വഴിയും ദൈവം ഒരുക്കുന്നു. ഈ വചനത്തിൽ നാം ഉൾക്കൊള്ളേണ്ട പ്രധാന സന്ദേശം, ദൈവം അനുവദിക്കുന്ന പരീക്ഷണം നമ്മെ തകർക്കാൻ വേണ്ടിയല്ല, നമ്മെ ശക്തരാക്കാൻ വേണ്ടിയാണ്. പരീക്ഷണം ജീവിതത്തിൻ്റെ അവസാനമല്ല, അത് വിശ്വാസത്തിൻ്റെ പരിശീലനമാണ്. പ്രശ്നത്തിൻ്റെ വലിപ്പം നോക്കുമ്പോൾ നാം ഭയപ്പെടാം, എന്നാൽ ദൈവത്തിൻ്റെ മഹത്വം നോക്കുമ്പോൾ നാം ധൈര്യപ്പെടും. അതുകൊണ്ട് നമുക്ക് ഓർക്കാം, പരീക്ഷണം വരാം, പക്ഷേ ദൈവം കൂടെ ഉണ്ടെങ്കിൽ പരാജയം വരില്ല. ഇരുട്ട് ആഴമായാലും ദൈവത്തിൻ്റെ പ്രകാശം അതിലും ശക്തമാണ്. ഒരിക്കൽ ഒരു പിതാവ് തൻ്റെ കുഞ്ഞിനെ സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിക്കുകയായിരുന്നു. കുഞ്ഞ് ഭയത്തോടെ പിതാവിനോട് പറഞ്ഞു, അപ്പാ, എനിക്ക് ഭയമാണ്, ഞാൻ വീഴും. അപ്പോൾ അപ്പൻ സൈക്കിളിൻ്റെ പിന്നിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടൊപ്പം തന്നെയുണ്ട്. കുഞ്ഞ് പതുക്കെ സൈക്കിൾ ഓടിച്ചു തുടങ്ങി. കുറച്ചു നേരത്തിന് ശേഷം പിതാവ് കൈവിട്ടു. പക്ഷെ കുഞ്ഞ് അത് ശ്രദ്ധിച്ചില്ല. അവൻ ആത്മവിശ്വാസത്തോടെ സൈക്കിൾ ഓടിച്ചുകൊണ്ടേയിരുന്നു. പിന്നീട് തിരിഞ്ഞു നോക്കിയപ്പോൾ പിതാവ് അല്പം ദൂരെയാണ് എന്ന് അവൻ കണ്ടു. അപ്പോൾ പിതാവ് പറഞ്ഞു, നിനക്ക് കഴിയും എന്ന് ഞാൻ അറിഞ്ഞിരുന്നു. ഈ കഥ നമ്മെ ഒരു വലിയ സത്യം പഠിപ്പിക്കുകയാണ്. ചിലപ്പോൾ ദൈവം നമ്മെ പരീക്ഷണങ്ങളിലൂടെ കടത്തിവിടും, എന്നാൽ അവൻ നമ്മെ വീഴാൻ അനുവദിക്കുകയില്ല. നാം കരുതുന്നത് നാം ഒറ്റയ്ക്കാണെന്ന്, എന്നാൽ ദൈവം നമ്മോട് കൂടെയുണ്ട്. ദൈവം നമ്മെ കൈവിടുകയില്ല. വിശ്വാസം മാത്രം നാം കൈവിടരുത്. പ്രിയരെ, ഈ നോമ്പുകാലത്തിൽ നാം ഓർക്കേണ്ടത്, പരീക്ഷണം നമ്മെ തകർക്കാനല്ല, നമ്മുടെ വിശ്വാസം ശക്തമാക്കാനാണ്. പ്രശ്നങ്ങൾ നമ്മെ ഭയപ്പെടുത്തുവാനല്ല, ദൈവത്തോട് കൂടുതൽ അടുത്ത് നമ്മെ എത്തിക്കാനാണ്. ഒരു ക്രിസ്തീയ കുടുംബം ദൈവത്തിൽ വിശ്വസിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ കുടുംബത്തെ തകർക്കാൻ ഒരു പരീക്ഷണത്തിനും സാധിക്കുകയില്ല. കാരണം ദൈവത്തോടൊപ്പം നിൽക്കുന്ന കുടുംബം ഒരിക്കലും തോൽക്കുകയില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും നാം ധൈര്യത്തോടെ പറയണം, ദൈവം വിശ്വസ്തനാണ്. അവൻ എനിക്കായി ഒരു വഴി ഒരുക്കിയിരിക്കുന്നു. ക്രൂശുള്ളിടത്ത് പുനരുത്ഥാനമുണ്ടാകും. പരീക്ഷണമുള്ളിടത്ത് ദൈവത്തിൻ്റെ വഴിയും ഉണ്ടാകും. അതുകൊണ്ട് നിരാശപ്പെടാതെ ദൈവത്തിൽ ഉറച്ചു നിൽക്കാം. കാരണം അവൻ നമ്മെ ഒരിക്കലും കൈവിടുകയില്ല. പ്രാർത്ഥിക്കാം. കരുണാമയനായ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പരീക്ഷണങ്ങളിലും ഞങ്ങളെ കൈപിടിച്ച് നടത്തണമേ. പ്രശ്നങ്ങൾ വരുമ്പോൾ ഭയപ്പെടാതെ നിന്റെ വചനത്തിൽ ഉറച്ചു നിൽക്കാനുള്ള വിശ്വാസം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളെ നീ തന്നെ ഞങ്ങൾക്ക് തുറന്നു തരണമേ. ഈ നോമ്പുകാലത്തിൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ പുതുക്കി നിന്റെ സന്നിധിയിൽ കൂടുതൽ അടുത്ത് നടക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.